ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് വേലിക്കൽ നിന്നിരുന്ന ബൊഗെയിൻവില്ലയെ ഇന്ന് അറിയാത്തവരും ഇഷ്ടപ്പെടാത്തവരും വളർത്താത്തവരുമായിട്ട് ആരും തന്നെ കാണത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് വ്യത്യസ്തമായ പൂക്കളുടെ ആകൃതിയും നല്ല ഭംഗിയുള്ള നിറവുമാണ്. ബൊഗെയിൻവില്ല ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് നിലത്ത് വെച്ചിട്ടും വളർത്താം, അതുപോലെ സ്ഥലമില്ലാത്തവർക്കും അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ച് വളർത്താൻ സൗകര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചട്ടിയിൽ വെച്ചും വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും ആ ബാൽക്കണിയിൽ ഒരു 3-4 ചട്ടിക്കകത്ത് ബൊഗെയിൻവില്ല വെച്ച് വളർത്തിയാൽ നല്ല സൂപ്പറാണ്, നല്ല ഭംഗിയാണ്. ഇപ്പോഴൊക്കെയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബൊഗെയിൻവില്ല ചെടികളൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി നടാനായിട്ടുള്ള ഒരു ചെടിയാണേ. കണ്ടോ, ചെറിയൊരു പൂവൊക്കെ ഉണ്ട്, കണ്ടോ, നല്ല ബഞ്ചായിട്ടുണ്ടാകുന്ന പൂവ. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഹോളൊക്കെ ഒരു ചെറിയ മെറ്റലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ ഒക്കെ ഇട്ടിട്ട് അടച്ചു വെക്കണം, അല്ലെ ഇതിനകത്തുള്ള മണ്ണെല്ലാം കൂടെ ഒഴുകിപ്പോവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ഇതുപോലെയുള്ള കരിയിലെല്ലാം കൂടെ വാരി ഇതിൻ്റെ അടിയിലിടും. കണ്ടോ, ഇങ്ങനെ കുറച്ച് കരിയില ഇട്ടിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും, നല്ലപോലെ ചാണകപ്പൊടി ചേർത്തിരിക്കുന്നതാണേ, ഉമിയൊക്കെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണ്. അതിൻ്റെ കൂടെ ഇളക്കം കിട്ടാൻ വേണ്ടി നമ്മൾ കരിയിലയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണിടുവാണേ. ഇതുപോലെ കുറച്ച് മണ്ണിട്ട്, അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇതിന് അടി മുഴുവൻ കിടക്കുന്നത് ഉണങ്ങിയ ഇലകളാണ്. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നല്ല പോലെ ഇതിന് ഇരുത്തം വരും. ഇനി ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു ബൊഗെയിൻവില്ലയുടെ ചെടിയാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കൂടങ്ങ് കീറിക്കളഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ചെടിയെ പൊക്കിയെടുക്കാം. ഈ ബൊഗെയിൻവില്ല എല്ലാം തന്നെ നട്ടു വരുന്നത് ചുമന്ന മണ്ണിനകത്താണ് കേട്ടോ, കട്ടി പിടിക്കും. വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് താഴെ പോയി, കണ്ടോ, വേര് കാണുന്നുണ്ടോ? അപ്പം ഇനി ഇതേപോലെയുള്ള അവസ്ഥയിൽ നമ്മൾ മാറ്റി നട്ടാലേ നല്ല തണലത്തെ വെക്കാളൂ കേട്ടോ. ഞാൻ ആ മണ്ണ് പൊടിച്ചപ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോയതാണ് കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ മണ്ണോടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വളം കൂടെയൊക്കെ ഇട്ടിട്ട് നടാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പം മണ്ണ് പൊടിഞ്ഞു പോയ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചാണകപ്പൊടി ചേർത്തതാണല്ലോ. അപ്പം ഞാൻ അതിനെ വാരി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ നനയ്ക്കും. ഇപ്പം ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ അതിൻ്റെ ചോട്ടിലെ മൊത്തം മണ്ണിനെയും നിങ്ങൾ നടുമ്പോൾ മാറ്റി കളയണ്ട കേട്ടോ. ഞാനിപ്പോൾ ചെയ്തപ്പം മണ്ണ് പൊട്ടിച്ചപ്പം അതിൻ്റെ ചോട്ടി പിടിച്ചിരുന്ന മൊത്തം മണ്ണും കൂടെ പോയതാണ്. അപ്പം ഇതേപോലെ ചെയ്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് എവിടെയെങ്കിലും തണലുള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വെക്കണം. ഈ ചോട്ടിലെ മണ്ണ് മൊത്തം പോകാത്ത അവസ്ഥയായിരുന്നെങ്കിൽ നമുക്കിതിനെ വെയിലത്തേക്ക് വെക്കായിരുന്നു. ഇപ്പൊ ചോട്ടിലെ മണ്ണ് ഇളകി പോയതുകൊണ്ട് അടുത്ത വേര് മണ്ണിൽ കൂടെ ഒന്ന് ഓടി തുടങ്ങുന്നിടം വരെ ഇതിനെ തണലത്ത് വെക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ചോട്ടിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചുവട് നനയത്തക്ക വിധത്തിൽ വേരിന് വെള്ളം കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ തണലത്തേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, അപ്പോൾ നല്ലോണം നീർവാർച്ച ഉണ്ട്. പൂവിടാത്ത സമയത്താണെങ്കിൽ ബൊഗെയിൻവില്ലയ്ക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം വെള്ളം, അതിൻ്റെ കൂമ്പില വാടുമ്പം നമ്മൾ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ കണക്കിന്, അതായത് എല്ലാ ദിവസവും നല്ല വെയിലത്തൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു കുറച്ച് വെള്ളം അതിനൊഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അതേസമയം പൂവിട്ട് തുടങ്ങിയാൽ ചെടിക്ക് നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഉണ്ടായി നിൽക്കുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ ഈ പൂക്കളിൻ്റെ ഇതളുകൾക്ക് നല്ല കളർ കിട്ടത്തില്ല, അതുപോലെ കൂടുതൽ പൂക്കളും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഈ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ പൂക്കളിൽ വെള്ളം വീഴാത്ത തരത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ പൂക്കളെല്ലാം വെള്ളം വീഴുമ്പം കൊഴിഞ്ഞു പോകും. ഒത്തിരി വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമുള്ള ചെടിയല്ല നമ്മുടെ ഈ ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു 3 മാസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കണം. ചെറിയ ചെടിയാണെങ്കിൽ നമ്മൾ അവർക്ക് ഏറ്റവും ബൊഗെയിൻവില്ലയ്ക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. ചെറിയ പ്രായത്തിലുള്ള ചെടികൾക്കെല്ലാം ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടെ വലുതായ ചെടികളാണെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ള വളങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ ഈ ചെടികൾക്ക് കൊടുക്കാൻ പോകുന്ന വളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമ്മൾ വളമിടാനായിട്ടേ ഇത് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. അതിനകത്ത് നല്ല പോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ദേ കുറച്ച് സ്റ്റെറാമീല, ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ മണ്ണിൻ്റെ കൂടെ നല്ലവണ്ണം
മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തതിനെ നമുക്ക് ഈ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടികൾക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഈ ചെടി കണ്ടോ, ഈ ചെടിക്കും ഇതുപോലെ എല്ലാ ചെടികൾക്കും കുറേശ്ശെ വീതം ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ബൊഗെയിൻവില്ലയിലെ പൂക്കൾക്ക് നല്ല കളറ് കിട്ടാനുള്ളൊരു സൂപ്പർ വളമാണേ ഈ പാത്രത്തിനകത്തിരിക്കുന്നത്. ഞാനിത് ഒഴിച്ച് കാണിക്കാവേ. ഈ പൂ കണ്ടോ, നല്ലൊരു വെറൈറ്റി അല്ലേ നോക്കിയാൽ കണ്ടോ. ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. ഇതെന്നാന്നറിയോ, നമ്മുടെ ജൈവസ്ലറി. നമ്മുടെ ജൈവസ്ലറി ഒഴിച്ചു കൊടുത്താൽ നല്ല കളറുള്ള ബൊഗെയിൻവില്ല പൂക്കൾ നിറച്ചുണ്ടാകും. ഈ ചെടികളിലെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്തെ ഈ വളം നല്ലപോലെ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ സാധാരണ 3 മാസം കൂടുമ്പോൾ ഞാൻ കാണിച്ച വളം ചെയ്യുമല്ലോ, അത് കൂടാതെ പൂക്കൾ ഉണ്ടാകാറാകുന്ന സമയത്ത് ഈ ജൈവസ്ലറി കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് ചെടികൾ പൂവിടുകയും ചെയ്യും. നല്ല വലിപ്പമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല കളറുള്ള പൂക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ, ബാക്കി നമുക്ക് ഇതിനോട് ഒഴിച്ചാൽ കുറച്ച് കൊടുത്താൽ മതി. ബൊഗെയിൻവില്ല ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാൻ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പ്രൂണിങ്. അത് നല്ല മഴക്കാലം തീരുന്നതിനോട് ചേരുന്ന ഒക്ടോബർ പോലത്തെ മാസങ്ങളിലാണ് ഹാർഡ് പ്രൂണിങ്, നല്ല താഴ്ത്തി വെച്ചിട്ട് കമ്പുകളെ മുറിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പ്രൂണിങ് ചെയ്യേണ്ടത്. എന്നാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ നമ്മൾ ചെയ്യുന്ന പ്രൂണിങ് എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടോ, ചെടികളിലെ പൂക്കൾ ഉണ്ടായിട്ട് ഉണങ്ങിത്തുടങ്ങും. ഇത് ഉണങ്ങിയിട്ടും നിപ്പ അത് കണ്ടോ. ഇങ്ങനെയുള്ള ഉണങ്ങിയ ഓരോ പൂക്കളെയും മുറിച്ചു മാറ്റുന്ന പ്രൂണിങ് ആണ് നമ്മൾ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇതിനെ ഓരോന്നിനെയും മുറിച്ചു മാറ്റി കഴിയുമ്പോൾ ഇവിടെ കൂടുതൽ കൂടുതൽ തളിരുകൾ വരികയും ആ തളിരുകളെല്ലാം പൂക്കളായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അറ്റത്ത് നോക്കിയാൽ അറിയാം കണ്ടോ, പുതിയ പൂക്കൾ വന്നു തുടങ്ങുക. അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ഉണങ്ങിയതൊക്കെ മാറ്റുന്നതിനോടുകൂടി ചെടിക്ക് ആരോഗ്യം കൂടുതൽ കിട്ടുകയും ചെയ്യും. കൂടുതൽ കൂടുതൽ തളിരുകൾ ഉണ്ടാകുകയും കൂടുതൽ കൂടുതൽ പൂക്കളായി മാറുകയും ചെയ്യും. ഈ പൂക്കളെ നമുക്ക് ഇതുപോലെ ചെടിയുടെ ചോട്ടിലോട്ട് മാറ്റിയിടുകയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ്, ഇതിന് തന്നെ കണ്ടോ നിറം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെയും ഇതുപോലെ ചെറിയതായിട്ട് അങ്ങോട്ട് കമ്പിനെ കയറ്റി വെച്ച് മുറിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും. അതുപോലെ ഈ കമ്പുകളെ നമ്മളൊന്ന് വളച്ചു കൊടുക്കുന്നതും അതിൻ്റെ വളഞ്ഞു നിൽക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ കൂടുതൽ തളിർപ്പുകൾ വന്നിട്ട് അത് പൂക്കളായി മാറുകയും ചെയ്യും. ഇത് കണ്ടോ, ഇവിടെ 2 തരത്തിലുള്ള ഇതേ പാറ്റേൺ പൂക്കളാണ് നിൽക്കുന്നത്. ഒന്ന് ഈ കളറും ഒന്ന് ഈ കളർ കണ്ടോ, ഇച്ചിരി ഓറഞ്ച് ചേർന്നിട്ടുള്ള കളറാണ്. പിന്നെ ഇതും ഇതേ സൈസിലുള്ളതാണ്. ഇപ്പം നമ്മൾ മാറ്റി നട്ട ചെടിയില്ലേ, പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ചത്, അതും ഇതുപോലെ ബഞ്ചായിട്ട് കൊച്ചു കൊച്ചു പൂക്കൾ കൂട്ടമായിട്ട് വരുന്നതിനും ഒരു ബൊഗെയിൻവില്ല ചെടിയാണ്. ഇതിനകത്തും കുറച്ച് പഴകിയ പൂക്കളുണ്ട്. അതിനെയൊക്കെ നമുക്കങ്ങ് പ്രൂൺ ചെയ്ത് കളയാം. അപ്പോൾ ഇഷ്ടംപോലെ പൂക്കൾ കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടായിക്കോളും. നമ്മൾ ഇതുപോലെ വളവും വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചല്ല ബൊഗെയിൻവില്ല വളർത്തുന്നതെങ്കിൽ പൂക്കൾ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പൂക്കളുടെ അളവ് വളരെ കുറവായിരിക്കും. ഇപ്പം ഇത് ബൊഗെയിൻവില്ല സീസണാണ്. ഇപ്പോഴാണ് നമുക്ക് ബൊഗെയിൻവില്ല വിൽക്കുന്ന നഴ്സറികളിലൊക്കെ ചെന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറിലൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ബൊഗെയിൻവില്ലകളെ കാണാൻ കിട്ടും. അപ്പം ബൊഗെയിൻവില്ല താല്പര്യമുള്ളവരൊക്കെ, ഇച്ചിരിയെങ്കിലും വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ ഒരു 4 ചുവട് ബൊഗെയിൻവില്ലയെങ്കിലും വാങ്ങിച്ച് വളർത്താനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്കിവിടെ നിൽക്കുന്ന ബൊഗെയിൻവില്ലകളെല്ലാം ഒന്ന് ഓടിച്ച് പെട്ടെന്ന് കണ്ടിട്ട് വരാം. വാ പറയട്ടെ. ഇവിടെ നിന്നാണ് നമ്മുടെ ബൊഗെയിൻവില്ല തുടങ്ങുന്നത്. കുറച്ച് ബൊഗെയിൻവില്ല ചെടികളെ എനിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ പൂ കണ്ടോ, കൂട്ടം കൂട്ടമായിട്ടുണ്ടാകുന്ന ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു ബൊഗെയിൻവില്ലയാണ്. ഇത് കണ്ടോ, നല്ല വ്യത്യസ്തമായ കളറാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബീട്രൂട്ട് റെഡ് ആണെന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നതാണ്. ബീട്രൂട്ട് റെഡ് കണ്ടോ. അതേസമയം ഇത് കണ്ടോ, ഇത് ചിത്ര വെറൈറ്റിയിൽപ്പെട്ട ഒരു ബൊഗെയിൻവില്ലയാണേ. ഇതിന് വിരിയുമ്പം അത് ചെറിയ ഇതുണ്ടോ, ഇതുപോലെ വെള്ള നിറത്തിലായിരിക്കും. പിന്നെ അത് ചെറിയ വെള്ളയും പിങ്കും കൂടെ ചേരുന്ന താഴെപ്പോയി വെള്ളയും പിങ്കും കൂടെ ചേരുന്ന നിറത്തിലാവും. പിന്നെ ഇത് കണ്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ അതിനകത്ത് ഒരേ സമയം 3 കളറിലുള്ള ഒരു വ്യത്യസ്തമായ പൂക്കളെ കാണാൻ കഴിയുന്ന ഒരു ബൊഗെയിൻവില്ലയാണേ. ഇത് കണ്ടോ, ഇത് വിരിഞ്ഞു വരുന്നത് ചെറിയൊരു മഞ്ഞയും ഒരു മെറൂണും ഒരു ബ്രൗണും ഒക്കെ ചേരുന്ന ഒരു നിറത്തിലുള്ളതാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഇത് ചില്ലി റെഡ് ആയിരുന്നു. അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കമ്പുകളെ, ഇതുപോലെ നീളത്തിൽ വളരുന്ന കമ്പുകളെ ഒന്ന് വളച്ചു വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് മുറിച്ചു കൊടുക്കണം. അപ്പോൾ ആ കമ്പുകളിൽ നിന്നെല്ലാം ചെറിയ ചെറിയ ശിഖരങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അതിലെല്ലാം നിറയെ പൂക്കൾ വരും. എന്നാൽ ഇത് കണ്ടോ,
ഇത് വേറൊരു വ്യത്യസ്തമായ ഒരു കണ്ടോ ചെറിയ ചെറിയ പൂക്കളുള്ള ഒരു ചെറിയ ലൈറ്റ് വയലറ്റ് ആണ്. ഇത് കണ്ടോ, ഇത് നല്ല കടും കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. നമുക്കൊന്ന് വളച്ചു വെച്ച് കൊടുക്കാം അതിന്. അപ്പം വളച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അതിന് ബ്രാഞ്ചുകൾ വരും. അപ്പോൾ അവിടെ എല്ലാം വീണ്ടും വീണ്ടും പൂക്കളുണ്ടാകും. എന്നാൽ ഇതെന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ പൂക്കളാണേലും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ്, ഇഷ്ടം പോലെ ഉണ്ടാകും. ഈ കമ്പേലൊക്കെ കണ്ടോ ഇങ്ങനെ കൊലയായിട്ടുണ്ടായി വരുന്നുണ്ട്. ഇത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണേ. ഇത് കണ്ടോ, ഇത് വേറൊരു കളറാണ്. കുറച്ച് എണ്ണമേ എനിക്കുള്ളെങ്കിലും ഉള്ളതെല്ലാം തന്നെ വ്യത്യസ്തമായ ഒരു രീതിയാണേ. ഇത് ഹൈബ്രിഡ് വെള്ളയാണേ, ചെറിയ പൂക്കളാണ്, ഇഷ്ടം പോലെ ഉണ്ടാകും. ചെടി ചെറുതാണെങ്കിലും കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. ഈ മതിലരികിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങേ സൈഡിലത്തേതിന്റെ വ്യൂ നമുക്ക് കിട്ടത്തില്ല. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. കണ്ടോ ഇങ്ങനെ പേപ്പർ കീറിയതുപോലത്തെ ഷേപ്പിലുള്ള, അത് തന്നെ വെള്ളയും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇത് ദേ മഞ്ഞ നിറത്തിലാണ് കണ്ടോ. ഇത് ഫൈറോപ്പാലിന്റെ ഓറഞ്ചാണ്. ഞാൻ മുമ്പേ കാണിച്ചില്ലേ ബീട്രൂട്ട് റെഡ് എന്ന്, അതേപോലെ തന്നെയുള്ളൊരു ഫൈറോപ്പാലിന്റെ വെറൈറ്റിയാണ്. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കണ്ടോ. ഇത് ആ വയലറ്റിന്റെ തന്നെ പൂ കുറച്ച് വലിയത്. അതുപോലെ ഇത് ഇങ്ങോട്ട് വന്ന ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുമാണ്, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളുമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂ ഒന്ന് അടുത്ത് കണ്ടേ കണ്ടോ, വയലറ്റും വെള്ളയും കൂടെ മിക്സ് ചെയ്താണ് കണ്ടോ. വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഇനമാണ് പൂവ്. പിന്നെ ഇത് കണ്ടോ, ഇതും അതുപോലെ വയലറ്റും വെള്ളയും മിക്സ് ചെയ്താണ്. ഇത് കൂട്ടമായിട്ട് കണ്ടോ, നമ്മൾ ഇന്ന് നട്ട ആ ചെടിയുടെ തന്നെ വേറൊരു ഷെയ്ഡിലുള്ള പൂവാണേ. ഇതിവിടെ ഇത് കണ്ടോ, കുറച്ചൊരു ഓറഞ്ച് ഒരു പീച്ച് കളറിലുള്ളതാ, പൂക്കളായി തുടങ്ങുന്നതേ ഉള്ളതിന്. ഇത് ഫൈറോപ്പാലിന്റെ മഞ്ഞയാണേ. ഒരു തവണത്തെ പൂവൊക്കെ ഉണ്ടായി തീർന്നിട്ട് പിന്നെ അടുത്ത സെറ്റ് ഉണ്ടാകാനുള്ള ഒരു തുടക്കത്തിലാണത്. ഇത് കുറച്ചും കൂടെ ലൈറ്റ് കളറ് വയലറ്റ് ആണേ. ഇത് ഓറഞ്ച് നിറത്തിലുള്ള പൂവാണ്, ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. വളച്ചു കൊടുക്കുവാണെങ്കിൽ കൂടുതൽ പൂവുണ്ടാവും. പിന്നെ ഇത് കണ്ടോ, ഇപ്പം ഞാൻ മുമ്പേ കാണിച്ച വെരിഗേറ്റഡ് പോലെ തന്നെ പിച്ചിക്കീറിയ പോലത്തെ പൂക്കളുള്ളതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല കടും കളറാണ് അത് വരുന്നത്. ഇത് ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു പൂവാണേ കണ്ടോ, നിറയുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു കളറാണിത്, പീച്ച് കണ്ടോ. ഇത് അതിലും ലൈറ്റ് വയലറ്റ്. ഇത് ഏതാണ്ട് എന്നാ ഇനി പറയുന്ന പേര്, ബാംഗ്ലൂർ വെറൈറ്റി എന്നോ പൂന വെറൈറ്റി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയ പൂക്കളുള്ള വയലറ്റാണ്. ഇത് നാടനാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ, കൊച്ചു കൊച്ചു പൂക്കൾ. ഇത് ബഞ്ചായിട്ടുണ്ടാകുന്ന ഇപ്പം ഞാൻ ആ കാണിച്ച കട്ടിയുള്ള കളർ, ഡാർക്ക് കളറിന്റെ ലൈറ്റ് ഷെയ്ഡാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് കണ്ടോ. ഇതും അതുപോലെ നാടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നല്ല ലൈറ്റ് ഷെയ്ഡാണ് കുറച്ചും കൂടെ. പിന്നെ ഇത് കണ്ടോ, നല്ല കട്ടിയുള്ള കളറാണ്, കൂട്ടം കൂട്ടമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ബൊഗെയിൻവില്ലയാണേ. ഇത് കുറച്ചും കൂടെ നമ്മുടെ സാധാരണ കളറാണ്. ഇത് ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചതിനകത്തുനിന്ന് കണ്ടോ, ഞാൻ ഓർത്താ മിക്സഡ് ഷെയ്ഡ് നമുക്ക് ഇല്ലേന്ന് ഓർത്തുകൊണ്ട് വാങ്ങിച്ചതാണ്. അത് വീണ്ടും പക്ഷേ ഒരു ചോടും കൂടി ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതും ആ ഒപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് കളറാണ് ഇതിൻ്റെ പൂവ്. ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്, ചെടി പോയിട്ട് ഞാനിപ്പോൾ വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് പിന്നെ ഇതിൻ്റെ ഇലയ്ക്കാണ് ഭംഗി. ഇല കണ്ടോ, വ്യത്യസ്തമായൊരു കളറാണ്, നരച്ച പോലെ അല്ലേ. ഇതിൻ്റെ തിന്നാൾ നേരത്തെ പറയുന്നായിരുന്നു. പിന്നെ ഇത് പൂന വെറൈറ്റിയുടെ വൈറ്റ്. പിന്നെ ഇന്ന് നമ്മൾ നട്ടുപിടിപ്പിച്ച ചെറിയ ചെടി, അത് ഞാൻ തണലത്തോട്ട് മാറ്റി വെച്ചിരിക്കുമല്ലോ. ഇത്രയും വ്യത്യസ്തമായ ചെടികളാണുള്ളത്. ഇത് ബൊഗെയിൻവില്ലയുടെ സീസണാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം ഒരു 2-3 കളറിലുള്ള ബൊഗെയിൻവില്ല എങ്കിലും വാങ്ങിച്ച് നട്ടു വളർത്താനായിട്ട് ശ്രമിക്കണം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും